ഹലോ, അസ്സലാമലൈക്കും. എന്താ നമ്മളെ ഗ്രൂപ്പിലെ ചർച്ച? പൊന്നാര ഹബീബെ, സംഗതി വല്ലാത്ത നമ്മളെ ഗ്രൂപ്പൊക്കെ തന്നെയാണ്. ഉസ്താദന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്. എന്നാലും ഒരു രണ്ടാളും കിടന്ന് കുലുക്കം കണ്ടാല് ഈ ഉസ്താദന്മാരായ ആൾക്കാര്, ദീന് പഠിച്ചവരൊക്കെ എന്താ പറയാ, ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്യാതെ ഉണ്ടാക്കുമ്പോൾ വലിയൊരു വിഷമം തോന്നുകയാണ്. കാരണം നമ്മൾ SKSFR ആണ്, സംഗതി ശരിയാണ്. നമ്മൾ ദീനി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. നമുക്ക് ഒരു ഗുണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് ആരും ഇതിനെക്കുറിച്ചൊന്ന് ഒരു പ്രതികരിക്കാതെ അങ്ങനെ മുണ്ടാതെ നിൽക്കുമ്പോൾ എനിക്ക് രണ്ട് വോയിസ് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി. അപ്പൊ നിങ്ങൾ വിചാരിച്ചു ഞാൻ SKSFRനല്ല, ഞാൻ അതിന്ന് പുറത്തുപോയി എന്നുള്ളതിൽക്കാണോ ഞാൻ സംസാരിക്കുന്നത്? അല്ല, നമ്മക്ക് ഈ SKSF നമ്മൾക്ക് സംഘടനാപരമായ നമ്മളെ പ്രവർത്തനം, അതും നമ്മൾ നാടിനും നാളെ നമുക്ക് ഇഹലോകത്തും പരലോകത്തും ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സംഘടന ചട്ടക്കൂട്ടിലായി നമ്മൾ നിൽക്കണേ. അപ്പൊ നമുക്ക് നാളെ മരിച്ചു പോണ്ടേ? ഖബറിൽ നമ്മളെ ഏതെങ്കിലും സംഘടനന്റെ ലേബലിലല്ലല്ലോ നമ്മളെ നാളെ ചോദ്യം ചെയ്യാം. എന്തിനാ കാന്തപുരത്തിന്റെ പേര് കേൾക്കുമ്പോത്തിന് ഇങ്ങനെ തെറി പറയണ്? ഇപ്പോ ഇന്ന് നടന്ന ആ ഒരു സംഭവം, നമ്മളെ കേരളത്തിൽ എത്ര സംഘടനകളുണ്ട്, എന്തെല്ലാം ചാരിറ്റബിൾ ഉണ്ട്. എന്നിട്ട് ആരെങ്കിലും പോയിട്ട് ആ മരിച്ച ഷഹീദ് ഫൈസലിന്റെ കുട്ടികളെ ഏറ്റെടുക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ ആരെങ്കിലും വന്നോ? അപ്പൊ ആ ചെയ്ത ഒരു നന്മ പോലും, ഒരു നന്മ നമ്മൾ കണ്ടപ്പോ ഒരു തിന്മയെ മാത്രം നമ്മളെ മുന്നിക്ക് വെച്ച് ആ നന്മ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് കാര്യം. ഇതൊക്കെ സമൂഹവും നാട്ടിലുള്ള ജനങ്ങളും കാണുന്നുണ്ട്. കാരണം കാന്തപുരം അവിടെ പോയി ആ ഒരു കുട്ടികളെ ഏറ്റെടുത്ത് ആ കുട്ടികൾക്കൊക്കെ കൈ കൊടുക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കേണ്ടവര് ഏപ്പിക്കാര്. അപ്പൊ ആ ഫോട്ടോ കാണുമ്പോ എന്താ പറയാ, ഒരു വെല്ലിപ്പാന്റെ സ്ഥാനം തോന്നിപ്പോവാണ്. കാരണം ഈ 70 വയസ്സായിട്ടും ഓടിച്ചാടി അവിടെ എത്തി, ആ ഒരു സ്ഥലത്തെത്തിയ ഓർക്ക് വേണ്ട ഒന്നുമില്ല, ആ കുട്ടികളെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞ സംഭവം പോലും അവരെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ നമ്മളത് മാതൃക ആക്കാൻ പറ്റിയില്ലെങ്കിലും ഓരോ കുറ്റം പറയാതിരിക്കല്ലോ നല്ലത്. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതാ. കാരണം ഈ രണ്ടാള് വോയിസ് ഇങ്ങനെ കേട്ടപ്പോ സംഗതി നമ്മൾ SKSFന്റെ ഗ്രൂപ്പാണ്, പുറത്താരും ഇല്ല, പക്ഷെ ഉസ്താദ്മാർ ഇതിലുണ്ട്. എന്നിട്ട് ആരും ഒരു പ്രതികരണം പോലും അറിയിക്കാതെ നമുക്കും നാളെ മരിച്ചു പോണ്ടേ? അപ്പൊ ആ വിഷമം കൊണ്ട് ഞാൻ പറയാം, അല്ലാതെ ഞാൻ ഈ പറയണത് ഞാൻ SKSFRനെ അല്ലാത്തോണ്ടല്ല. നമ്മളതൊന്ന് കാര്യം ഒന്ന് മനസ്സറിഞ്ഞ് അതിന്റെ ഇതിപ്പോ നമ്മളെ ഗ്രൂപ്പായതുകൊണ്ട് പറയാ, പുറത്തിങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ എല്ലാത്തിനും എന്ത് കണ്ടാലും എതിർപ്പ് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മാറ്റണം. കാരണം നമുക്ക് നാളെ മരിച്ചു പോകണം. അപ്പൊ നിങ്ങളൊന്ന് ഒന്ന് സ്വന്തമായിട്ട് ഈ പറഞ്ഞ ആൾക്കാരും നമ്മളെ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഒന്ന് രാത്രി പോയി കിടന്നുറങ്ങുമ്പോ ഒന്ന് എന്താക്കുക, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആലോചിക്കുക. അല്ലാതെ നമ്മൾ SKSFR ആണെന്നും പറയാം, ഒരു കാന്തപുരത്ത് നിന്ന് പച്ചർച്ചിന്ന് നടന്നിട്ട് എന്ത് കാര്യമുള്ളത്? റസൂലിനെ പണ്ട് പറഞ്ഞില്ലേ, അവസാന കാലം വരുന്ന പണ്ഡിതന്മാർ അമ്പിയാക്കളെ പോലെയാണെന്ന് റസൂലിനെ പറഞ്ഞിട്ടുണ്ട്. ഒരു അമ്പിയാക്കളെ മാതിരി. കാരണം റസൂലിനോട് കൂടി അമ്പിയാക്കള് നബിമാര് നിന്നല്ലോ. അപ്പൊ പിന്നെ അവസാന കാലത്ത് ഉള്ള അമ്പിയാക്കളെ ഓര് എന്ത് തെറ്റ് ചെയ്തോന്നുള്ളത് നമ്മൾ നോക്കണ്ടല്ലോ. നമുക്ക് മരിച്ചു പോകണമെന്നുള്ള ചിന്താഗതി നമുക്ക് വേണ്ടേ? ഈ 70 വയസ്സായിട്ടും ആ മനുഷ്യൻ എവിടെല്ലാം നടക്കണ്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എവിടെ നോക്കിയാലും ഇസ്ലാമിക പരിപാടികളിൽ മുൻതൂക്കം നടന്ന് എല്ലാ പരിപാടിയും ഉദ്ഘാടനം ചെയ്യണ്. അപ്പൊ ആ കാര്യം നമ്മൾ ചിന്തിക്കണം, നല്ലതാ. പള്ളികൾ ഉണ്ടാക്കണ്, മദ്രസ ഉണ്ടാക്കണ്. ഇനിയിപ്പോ നമ്മൾ താണ്ടില്ല, നമ്മളിപ്പോ കുറെ തെറി പറഞ്ഞു. നീ ഏപ്പിക്കാരെടുത്ത് നോക്കുക, AP ഉസ്താദ് അവിടെ ഇരിക്കാൻ പറഞ്ഞ ഓരവിടെ ഇരിക്കും, അവിടെ നിന്ന് നീക്കൂല. ഒരു നേതൃത്വത്തിന്റെ ഒരു ഉഷാറാത്. നമ്മളോ
നമ്മളവിടെ ഇരിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഒച്ചമ ഉണ്ടാക്കി തെറി വിളിച്ച് നമ്മൾ മുന്നിലുണ്ടാവും. എന്നിട്ട് നമ്മളെല്ലാം ഒറ്റക്കെട്ടാന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും. അപ്പൊ ഇതിന്ന് എന്ത് പറഞ്ഞാലും തെറി വിളിക്കാന്നുള്ള ഒരു സിലബസ്. കാരണം ഇതൊക്കെ നമുക്ക് മരിച്ചുപോയി മനുഷ്യനെ കണ്ട് നമുക്ക് പൊരുത്തപ്പിടിക്കാനാവോ? ഞാൻ എന്റെ മനഃശാസ്ത്രനോട് നിങ്ങളോട് കൂടി പറയാണ്, ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാല് നമ്മളിപ്പോഴുള്ള SKSFI തന്നെ ഉണ്ടാവുള്ളൂ. പുതിയൊരു തലമുറ ഉണ്ടല്ലോ, വിവരമുള്ളവര് നമ്മളെ കൂടെ ഉണ്ടാവൂല. കാരണം അതാണ്. കാരണം നമ്മളെ ഈ തെറിയും ഇതും വിളിച്ച് കണ്ടിട്ട് ഞാൻ ചോദിക്കട്ടെ, നമുക്കുള്ള മക്കളുണ്ട്, നമ്മളെ മക്കളെ തെറി വിളിച്ച് അതിന്റെ മുന്നിക്ക് വിടാൻ അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് പറഞ്ഞേക്കാൻ നമ്മൾ തയ്യാറാവുമോ? നമ്മൾ തയ്യാറാവൂല്ലോ. അപ്പൊ അതുപോലെ തന്നെയല്ലേ മറ്റുള്ളവരും ചിന്തിക്കുക. നമ്മൾ സമൂഹത്തിന് മാതൃകകളിലെ അല്ലെങ്കിൽ നാട്ടിനും എന്തെങ്കിലും ഗുണമുള്ള ഒരു പരിപാടി ചെയ്തെങ്കിലല്ലേ. എന്ത് പരിപാടി ഇപ്പോ സൗഹൃദ ചായ എത്രമാത്രം ജനശ്രദ്ധ നേടിയെന്നറിയോ നിങ്ങൾക്ക് അതിനെ കുറിച്ച്? എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും വന്ന് അവിടെ ചായ കുടിച്ചു പോയി. സംഗതി ഒരു നേരത്തെങ്കിലും പിന്നെ ഉള്ള ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യനെ ഒരുമിപ്പിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ലേ? അങ്ങനത്തെ നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മളെ നിന്ന് വരുന്നുണ്ട്. എന്തെങ്കിലും കേരള യാത്ര ജനശ്രദ്ധ ആകർഷിച്ച പരിപാടിയായിരുന്നു. ഇതൊന്നും നമുക്ക് പുറത്ത് പറയാൻ പറ്റൂല. ഞാൻ നമ്മളെ ഗ്രൂപ്പ് ആയതുകൊണ്ട് പറയാം. അപ്പൊ നമ്മളെന്താക്കണം എന്നറിയോ? നമ്മൾ ഉയർന്ന് ചിന്തിക്കണം. നമ്മളെ നേതൃത്വം പറഞ്ഞാൽ കേൾക്കണ കോലത്തിൽ നമ്മളാവണം. അല്ലെങ്കിൽ നമ്മളെ നേതൃത്വം ഉയർന്ന ചിന്താഗതി ഉയർന്ന് ചിന്തിക്കുന്ന നേതൃത്വമാണ് നമുക്ക്. എന്നാലേ നമ്മളെന്താവുള്ളൂ, നാളെ ഈ സമൂഹത്തിനും നാളെ മരിച്ചു പോകുമ്പോഴും നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ ഏത് നേരം തെറി എന്ന് പറഞ്ഞ് നടന്നാൽ നമ്മൾ മരിച്ചു പോണ്ടേ? നിങ്ങളിപ്പത് ഞാനിങ്ങനെ വോയിസ് വിടുമ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും, ഈ ചങ്ങായിക്ക് എന്താ പിരാന്തായോ? എനിക്ക് പിരാന്തായിട്ട് പറയല്ല. അല്ല നിങ്ങൾ ചിലപ്പം എന്റെ വോയിസ് കേട്ടിട്ട് നിങ്ങൾ ഇന്നെ റിമൂവ് ചെയ്ത് നിൽക്കും. എനിക്ക് അയച്ചിട്ട് ബേജാറുമില്ല. പക്ഷെ നിങ്ങളൊക്കെ ഒന്ന് മനസ്സ് വെച്ച് ചിന്തിക്ക്. നമ്മൾ SKSFI അല്ലേ, മരിച്ചു പോകണ്ടേ? നാളെ സ്വർഗത്തിൽ പോകണ്ടേ? റസൂലുള്ളാഹിന്റെ ഒപ്പം നമുക്ക് സ്വർഗത്തിൽ പോകണ്ടേ? അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണ്ടേ? അപ്പൊ അതൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോ വല്ലാത്ത വിഷമമുണ്ട്. കാരണം നമ്മള് നല്ലതായാലും ചീത്തായിരുന്നല്ലോ, വെറുതെ പണ്ഡിതന്മാരെ പച്ചർച്ച് തിന്ന് എന്നിട്ട് ഓരെ പൊരുത്തപ്പെടിക്കാൻ പോലും പറ്റാതെ മരിച്ചു പോയാല് എന്തായിരിക്കും നാളെ നമ്മളെ കവറിലെ അവസ്ഥ? അവിടെ SKSFI അങ്ങോട്ട് വരട്ടെ അല്ലെങ്കിൽ ഏപ്പിക്കാരുണ്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടല്ലല്ലോ മുൻകറിനെ ചോദ്യം ചെയ്യല്. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ, പാവപ്പെട്ട ഉപ്പല്ലാതെ അമ്മല്ലാതെ യതീമായി നിൽക്കുന്ന കുട്ടികളെ, അഗതികളെ, അനാഥകളെ രാവും പകലില്ലാതെ നടന്ന് ആരാന്റെ മുമ്പിൽ കൈ കിട്ടിയിട്ടായാലും എന്തായിക്കോട്ടെ മൂപ്പര് പോറ്റണില്ലേ? നമ്മളെ കുടുംബത്തിന്റെ ചെലവിന്റെ ഭാരം തന്നെ നമുക്ക് എത്ര? ഒരാഴ്ച ഒരു യതീമിനെ നമ്മൾ പോറ്റിക്കണം. ഞാൻ പോറ്റിയില്ല. എന്നിട്ട് നമ്മള് മുട്ടിങ്കല്ലില്ലാത്തവൻ ചെറിയരില്ലാത്തവനെ കുറ്റം പറയാൻ തന്നെ മാതിരി എന്തിനാ ഈ പണ്ഡിതന്മാരെ പച്ചർച്ചെന്നിന്? ഓര് തമ്മിലുള്ള പ്രശ്നം പണ്ഡിതന്മാർ തമ്മിലുണ്ടെങ്കിൽ ഓര് തമ്മിൽ തീർത്തോട്ടെ. നമുക്ക് ഒരു അമുസ്ലിമായ മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, പിന്നെ ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. ഇല്ലെങ്കിൽ മുസ്ലിമായവൻ ചോദിക്കുകയാണ്, വെള്ളം കിട്ടാത്ത സാഹചര്യത്തിൽ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് വരവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ ഇസ്ലാമിക ഫിഖ് അനുസരിച്ച് പറയാൻ നമുക്ക് കഴിയോ? അപ്പൊ നമ്മൾ ഈ സാധാരണക്കാര 5 മദ്രസിലല്ലേ 7 മദ്രസിൽ പോയി പൊതുപരീക്ഷന്റെ സർട്ടിഫിക്കറ്റും ചുമരുമ്പോൾ തൂക്കിക്കാണ്ട് നടന്നുകാണ്ട് നമ്മൾ SKSFI സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് രക്ഷപ്പെടില്ല. നിങ്ങൾ ഇതൊക്കെ പട കേട്ടാൽ ചിലപ്പോൾ വിചാരിച്ചു എനിക്ക് വട്ടയിക്കണ്, ഇവനെ എന്തോ പറ്റിയിട്ടുണ്ട്, ഞാൻ അല്ലെങ്കിൽ എനിക്ക് എന്തോ മരുന്ന് നിൽക്കുന്നത് വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ ഇത് എല്ലാവരെയും ആക്കിബത്തിന്റെ വിഷയം മനസ്സിലാക്കി പറയാം. ഇപ്പൊ തന്നെ എന്റെ കുടുംബത്തിൽപ്പെട്ട കുറെ ആൾക്കാർ പല വിഷയങ്ങളിലായിട്ട് നമ്മളെ സജീവ പ്രവർത്തകരായി പിരിവിനൊക്കെ ചോദിച്ചാൽ പിരിവ് തന്നിരുന്ന ആൾക്കാർ വരെ ഇപ്പൊ പിരിവ് ചോദിച്ചാൽ അവർക്ക് തുറന്നു പറയാം. അപ്പൊ ഇപ്പൊ അടുത്ത കാലത്ത് അറിയാൻ കഴിഞ്ഞ എന്റെ കുടുംബത്തിൽ 2-3 ആൾക്കാർ ഓരോ പറഞ്ഞിരുന്ന വ്യക്തികളൊക്കെ ഓരോ സംഘടനയുമായിട്ട് കൂടുതൽ അടുക്കാൻ തുടങ്ങിയില്ല. അപ്പൊ ഇതിന്റെ കാരണം എന്താ? നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെ എല്ലാവരും കൊഴിഞ്ഞു പോയാൽ പിന്നെ നമ്മളെ സംഘടന എന്താ ഉണ്ടാവുക? അപ്പൊ നമ്മൾ സമൂഹത്തിനും നാടിനും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം.
അതിന് ഇതിൽ കുറെ ഉസ്താദന്മാരുണ്ട്. ഓരിന്ന ഇത്രയും 2 വോയിസ് കേട്ടിട്ട് എന്തെങ്കിലും ഒരു പ്രതികരണം ഓരോ ആരും പറഞ്ഞേക്കില്ല. ഞാൻ ഓരോ കുറ്റം പറയാൻ തയ്യാറല്ല. ഒരു എന്നെക്കാട്ടി വിവരമുള്ള ആളാണ്. ഞാൻ വെറും പൊടി ജാഹിലാണ്. പക്ഷെ എന്റെ ചെറിയ ബുദ്ധി അനുസരിച്ച് നമ്മൾ കുറെയൊക്കെ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാണ്. ഞാൻ അതാരും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടില്ല. പറഞ്ഞ 2 ആൾക്കാരെ പേര് ഞാൻ അടുത്ത് പറയണില്ല. ഓരോ പേര് പറഞ്ഞു കണ്ട് ഓരോ മോശമാക്കാൻ വേണ്ടിയിട്ട് പറയല്ല. പക്ഷെ നമ്മൾ ഈ ഊക്കൊന്നും ഉണ്ടാവൂല. ഒരു 3 പ്രാവശ്യം ബാറ്റിൽ നിന്ന് പോയാൽ നമ്മളവിടെ കെടുക്കും. ചിലപ്പോ ഒരു പക്ഷെ നാളെ നമ്മളാണ് മരിച്ചു പോയാൽ ഈ എപ്പിസ്ഥാനിന്റെ പച്ചർച്ചി തിന്നിട്ട് ആ സാധുവിനോട് പോയി പൊരുത്തപ്പെടിക്കാനും പറ്റാതെ നമ്മൾ ഖബർ പോയാൽ എന്തായിരിക്കും നമ്മളെ സ്ഥിതി? സാധാരണക്കാരന്റെ കാര്യം പോട്ടെ, സാധാരണക്കാരനെ ആ പുറത്താ പണ്ഡിതന്മാർ, അത് നമ്മൾ മനസ്സിലാക്കണം. സാധാരണക്കാരെ തന്നെ നമുക്ക് പറയാൻ പാടില്ല. അപ്പോ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. നമ്മൾ SKSF എന്ന് പറഞ്ഞ സംഘടന നമ്മൾ എന്താക്കണം, ഉയർത്തിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രവർത്തനം സ്വഭാവം നാട്ടുകാർ കാണുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ, സമൂഹത്തിന് ഉപകരിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ, അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ കണ്ടിട്ട് വേണം നമ്മൾ ഈ ആളുകാരൊക്കെ നമ്മൾ കൂട്ടാനേ. അല്ല നമ്മൾ വെറും തെറിയും പിടിച്ച് SKSF സിന്ദാബാദ് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഇസ്ലാം മതം പ്രചരിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ സ്വഭാവം കണ്ടിട്ടാണ് എല്ലാവരും എന്താക്കിയത്, ഇസ്ലാമിൽ കടന്നത്. എല്ലാ വടിയും പാടും എടുത്തിട്ടൊന്നുമല്ല. യുദ്ധമൊക്കെ അവസാന ഘട്ടത്തിലാണ് റസൂൽ എന്താക്കിയത്, നടപ്പിലാക്കിയിട്ടുള്ളത്. ഒരു നിലക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഗതി വന്നപ്പോൾ മാത്രമാണ് റസൂലുള്ളാഹി തങ്ങൾ. ബാക്കിയൊക്കെ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, നബിയെ ഞങ്ങളെ നല്ല സ്വഭാവത്തിന്റെ പേരിലല്ലാതെ നമ്മളെ. അപ്പൊ നമ്മള് റസൂലുള്ളാഹിന്റെ അനുയായികളല്ലേ? നമ്മൾ പരസ്പരം കടിച്ചു കീറി തമ്മു തച്ചി ഉള്ള നേരെ ഏപ്പിന്റെ കുറ്റവും പറഞ്ഞ്, ഇനി സ്വന്തം അഞ്ചാണെങ്കിൽ പോലും ഒരു കുടുംബത്തിൽ വരെ ഏപ്പി എന്ന് പറഞ്ഞ് തമ്മിൽ പ്രശ്നം ഉണ്ടാക്കി നടന്നിട്ട് എന്താണ് നാളെ സമൂഹത്തിന് ഇതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞെന്നുള്ളത് ഈ പറഞ്ഞ 2 വോയിസ് പറഞ്ഞ വ്യക്തികളും ഞാനടക്കം ഒന്ന് സ്വയം ചിന്തിക്കുന്നത് നല്ലതാണെന്നുള്ള ഒരു അഭിപ്രായം ഞാൻ ഈ ഗ്രൂപ്പിൽ രേഖപ്പെടുത്തുകയാണ്. അല്ലാതെ എനിക്ക് ഏപ്പിക്കാർ പൈസ തന്നിട്ടോ ഞാൻ SKSF രാജിവെക്കാം. ചിലപ്പോൾ നിങ്ങൾ നാളെ എന്നെ റിമൂവ് ആക്കി തരും. എനിക്കതിൽ വിഷമമൊന്നുമില്ല. പക്ഷെ പറയാനുള്ളത്, എല്ലാവരും ഒരു കണ്ണട്ടന്മാരായിക്കാണ്ട് കിണറ്റിൽ പോയി ചാടുന്നുണ്ടെങ്കിൽ കണ്ണുള്ള ഒരാളെങ്കിലും ആ കിണറ്റിന്റെ പക്കത്ത് പോയി മോനെ ഇതിവിടെ കിണറുണ്ട് എനിക്ക് ചാടല്ല എന്ന് പറയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് തോന്നിയോണ്ട് എന്റെ ഒപ്പം ഞാനും കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന സഹോദരന്മാരെ നേർവഴി കൊണ്ടുള്ള ഒരു ബാധ്യത എനിക്കുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ വോയിസ് വിടുന്നത്. അല്ലെങ്കിൽ ഞാനത് വിടൂല. അള്ളാഹു നമ്മളൊക്കെ ആക്കിപ്പത്ത് നന്നാക്കി തരട്ടെ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് നല്ല പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അല്ലാതെ AP എന്ന് പറയുമ്പോത്തിന് മൂപ്പരെ കുറ്റം പറഞ്ഞ് നാളെ പരലോകം നഷ്ടപ്പെടുത്താൻ നിന്നാൽ നമ്മളെ കാര്യം വലിയ ബേജാറേക്കാൻ. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇതിന്റെ മറുപടി പറയും. എന്നിട്ട് എന്റെ അടുത്ത് തെറ്റാണ് ഞാൻ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ, അല്ല തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയും. അതല്ല ഞാൻ പറഞ്ഞത് ഫുള്ള് തെറ്റാണ്, നിങ്ങൾ ഇന്ന് റിമൂവ് ആക്കി കളി, എനിക്ക് പരാതിയില്ല. 40 കോടിന്റെ പള്ളി ഉണ്ടാക്കി ആളെ പറ്റിച്ചില്ല, ഇത് ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നവരോട് പൊന്നാര ഹബീബെ 100 റുപ്യ അയൽവാസിന്ന് 500 ചോദിച്ചാൽ നമുക്ക് ആരും കടം തരുമോ? തിരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ ഓരോ പൈസ കൊടുത്ത ജനങ്ങൾ മുഴുവൻ ഈ ഒരു മനുഷ്യനെ ഈ പൈസ ഏൽപ്പിക്കുമ്പോ ഓരോ അണികൾക്ക് അവരിലൊരു വിശ്വാസമുണ്ട്. നേരെ മറിച്ച് നമ്മൾ ഇന്ന് അങ്ങനത്തെ ഒരു പിരിവ് നടത്തി നോക്കി എന്നിട്ട് എന്തെങ്കിലും കോംപ്ലക്സ് നമ്മൾ ഉണ്ടാക്കി വെക്കുക, നമുക്ക് എന്നിട്ട് മാതൃക കാണിച്ചു കൊടുക്കുക. അല്ലാതെ എല്ലാത്തിനും കുറ്റം പറഞ്ഞുകാണ്ട് നമുക്ക് നല്ലൊരു സ്വഭാവം ബുദ്ധിയും തന്റോടെ അള്ളാഹു തരട്ടെ എന്ന് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഒരു കുട്ടിന്ന് വരെ ആ 40 കോടിന്റെ പൈസ വെച്ചുകൊണ്ട് വർക്കേഴ്സ് ചെന്നായിട്ട് നമ്മളാരെയും കേട്ടിക്കണം. അതാണ്. അപ്പൊ അത് കണ്ടിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം ഒരു പള്ളി ഇല്ലാതെ പള്ളി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 40 കോടി കൊടുത്തെങ്കിൽ ആ കൊടുത്തവർ ഒരു കുട്ടി അവിടെ പോയി ചേർന്നിട്ടില്ല. അപ്പൊ ആ നേതാവിലുള്ള വിശ്വാസമാണ് അവർക്ക്. കാരണം ഈ നാട്ടിൽ ചെയ്ത പ്രവർത്തനങ്ങൾ മുഴുവൻ ജനങ്ങൾ കാണുകയാണ്. അപ്പൊ ഈ പള്ളി ഉണ്ടായിക്കോളും എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. നാളെ ആ പള്ളി ഉയർന്നു വന്നാൽ നമ്മൾ ഈ പറഞ്ഞത് എവിടുക്ക വെക്ക? അപ്പൊ ഖബർക്ക് എടുക്കണ്ടേ എന്നുള്ളതാണ്. ആ ഒരു വിഷയത്തിൽ മാത്രം ആയതുകൊണ്ട് മാത്രം ഞാൻ എന്താക്കാണ് ഇങ്ങനെ ഒരു വോയിസ് വിട്ടത്. അല്ലെങ്കിൽ ഞാനത് നല്ല മൂച്ചിണ്ടാവും, മൂച്ചിമ നല്ല മാങ്ങ ഉണ്ടെങ്കിൽ ആളുകൾ കല്ലെടുത്തെറിയൂ. അല്ലാതെ മാങ്ങല്ലാത്ത മൂച്ചിമക്കാരെയും കല്ലെറിയോ? അങ്ങനെ എറിഞ്ഞ ഓനക്ക് വിരാന്താന്നല്ല പറയാ.
അപ്പൊ മൂപ്പരടുത്ത് കുറെ നന്മ ഉണ്ട്. അതുകൊണ്ട് നമ്മളെ അങ്ങനെ എല്ലാം അതിനിങ്ങനെ കല്ലെടുത്തെറിയാൻ നമ്മൾ നിൽക്കരുത്. മൂപ്പരെ പൊക്കി പറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ ഒരു നല്ല നന്മ ചെയ്യുമ്പോൾ ഞമ്മക്കും ഇവിടെ ഉയർന്നു വരണമെങ്കിൽ നമ്മളും അങ്ങനെ നന്മ ചെയ്ത് സമൂഹത്തിനെ കാണിക്കണം. അല്ലാതെ എന്തിനും നമ്മളോ ചെയ്യൂല എന്നിട്ട് നമ്മൾ കുറ്റം പറഞ്ഞു തന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പൊ എനിക്കിതിങ്ങനെ കേട്ടപ്പോ ഒരു വിഷമം തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. അതുകൊണ്ട് അല്ലാഹു നമ്മളെല്ലാരെയും ഇതിപ്പോ കേട്ടിട്ട് ചിലപ്പോ ചിലവർക്ക് ഇങ്ങനെ പ്രഷറുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒന്നുള്ളൂ, നിങ്ങൾ രാത്രി പോയിട്ട് ഒന്ന് ഒഴിഞ്ഞിരുന്ന് സ്വന്തം മനസാക്ഷിനോട് ചോദിച്ചു നോക്കോളി, ഞാൻ ഈ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ല നന്മ ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ അത് അംഗീകരിക്കുക. എന്നിട്ട് നമുക്ക് ചിലപ്പോ ഈ ഗ്രൂപ്പിൽ തന്നെ കുറെ കുട്ടികളില്ലേ മുതിർത്ത് വരുന്നേ, അപ്പൊ നമ്മൾ ഈ പ്രവർത്തനം കണ്ടിട്ടാണോ അവര് പഠിക്കണത്? അപ്പൊ അവര് പഠിക്കുമ്പോ ഒരു കുടുംബത്തിൽ നല്ല വ്യക്തി ജീവിതത്തിൽ തന്നെ എന്ത് നന്മ ചെയ്താലും കുടുംബത്തിലോ ചെയ്താലും ഇതേ സ്വഭാവത്തല്ലേ ഒരു പോവുക. അതുകൊണ്ട് എനിക്ക് ഞാൻ കൂടുതലൊന്നും പറയണത്, അള്ളാഹു നമ്മളെല്ലാരും നന്നാക്കി തരട്ടെ. നമ്മുടെ SKSFന്റെ പണ്ഡിതന്മാർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു നല്ല ബുദ്ധി പ്രദാനം ചെയ്യട്ടെ. അല്ലാതെ ഞാനിതാരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മോശമാക്കാൻ വേണ്ടിയിട്ടോ പറഞ്ഞതല്ല. ഞാൻ എൻ്റെ ഒരു പൊതുവിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയത് മാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും. എന്താ നമ്മുടെ ഗ്രൂപ്പിലെ ചർച്ച? പൊന്നാര ഹബീബെ, സംഗതി വല്ലാത്ത നമ്മളെ ഗ്രൂപ്പൊക്കെ തന്നെയാണ്. ഉസ്താദന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്. എന്നാലും ഒരു രണ്ടാളും കിടന്ന് കുലുക്കം കണ്ടാല് ഈ ഉസ്താദന്മാരായ ആൾക്കാർ ദീന് പഠിച്ചവരൊക്കെ എന്താ പറയാ, ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്യാതെ ഉണ്ടാക്കുമ്പോൾ വലിയൊരു വിഷമം തോന്നുകയാണ്. കാരണം നമ്മൾ SKSFകാരാണ്, സംഗതി ശരിയാണ്. നമ്മൾ ദീനി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. നമുക്ക് ഒരു ഗുണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് ആരും ഇതിനെ കുറിച്ചൊന്ന് ഒരു പ്രതികരിക്കാതെ അങ്ങനെ മുണ്ടാതെ നിൽക്കുമ്പോ എനിക്ക് രണ്ട് വോയിസ് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി. അപ്പൊ നിങ്ങൾ വിചാരിച്ചു ഞാൻ SKSFകാരനല്ല, ഞാൻ അതിന്ന് പുറത്തു പോയി എന്നുള്ളതിൽക്കാണോ ഞാൻ സംസാരിക്കുന്നത്? അല്ല, നമ്മക്ക് ഈ SKSF നമ്മൾക്ക് സംഘടനാപരമായ നമ്മളെ പ്രവർത്തനം, അതും നമ്മൾ നാടിനും നാളെ നമുക്ക് ഇഹലോകത്തും പരലോകത്തും ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സംഘടന ഒരു ചട്ടക്കൂട്ടിലായി നമ്മൾ നിൽക്കണേ. അപ്പൊ നമുക്ക് നാളെ മരിച്ചു പോണ്ടേ? ഖബറിൽ നമ്മളെ ഏതെങ്കിലും സംഘടനന്റെ ലേബലിലല്ലല്ലോ നമ്മളെ നാളെ ചോദ്യം ചെയ്യാം. എന്തിനാ കാന്തപുരത്തിന്റെ പേര് കേൾക്കുമ്പോത്തിന് ഇങ്ങനെ തെറി പറയണ്? ഇപ്പോ ഇന്ന് നടന്ന ആ ഒരു സംഭവം, നമ്മളെ കേരളത്തിൽ എത്ര സംഘടനകളുണ്ട്, എന്തെല്ലാം ചാരിറ്റബിൾ ഉണ്ട്. എന്നിട്ട് ആരെങ്കിലും പോയിട്ട് ആ മരിച്ച ഷഹീദ് ഫൈസലിന്റെ കുട്ടികളെ ഏറ്റെടുക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ ആരെങ്കിലും വന്നോ? അപ്പൊ ആ ചെയ്ത ഒരു നന്മ പോലും, ഒരു നന്മ നമ്മൾ കണ്ടപ്പോ ഒരു തിന്മയെ മാത്രം നമ്മളെ മുന്നിക്ക് വെച്ച് ആ നന്മ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് കാര്യം. ഇതൊക്കെ സമൂഹവും നാട്ടിലുള്ള ജനങ്ങളും കാണുന്നുണ്ട്. കാരണം കാന്തപുരം അവിടെ പോയി ആ ഒരു കുട്ടികളെ ഏറ്റെടുത്ത് ആ കുട്ടികൾക്കൊക്കെ കൈ കൊടുക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കേണ്ടവര് ഏപ്പിക്കാര്. അപ്പൊ ആ ഫോട്ടോ കാണുമ്പോ എന്താ പറയാ, ഒരു വെല്ലിപ്പാന്റെ സ്ഥാനം തോന്നിപ്പോവാണ്. കാരണം ഈ 70 വയസ്സായിട്ടും ഓടിച്ചാടി അവിടെ എത്തി ആ ഒരു സ്ഥലത്തെത്തിയ ഓർക്ക് വേണ്ട ഒന്നുമില്ല, ആ കുട്ടികളെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞ സംഭവം പോലും അവരെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ നമ്മളത് മാതൃക ആക്കാൻ പറ്റിയില്ലെങ്കിലും ഓരോ കുറ്റം പറയാതിരിക്കല്ല നല്ലത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. കാരണം ഈ രണ്ടാള് വോയിസ് ഇങ്ങനെ കേട്ടപ്പോ സംഗതി നമ്മൾ SKSFന്റെ ഗ്രൂപ്പാണ്, പുറത്താരും ഇല്ല പറയാൻ ഇസ്ലാമിക ഫിഖ് അനുസരിച്ച് പറയാൻ നമുക്ക് കഴിയോ?
അപ്പൊ നമ്മൾ ഈ സാധാരണക്കാര 5 മദ്രസിലല്ലേ 7 മദ്രസിൽ പോയി പൊതുപരീക്ഷന്റെ സർട്ടിഫിക്കറ്റും ചുമരുമ തൂക്കിക്കാണ്ട് നടന്നുകാണ്ട് നമ്മൾ SKSF സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് രക്ഷപ്പെടില്ല. നിങ്ങൾ ഇതൊക്കെ പാടെ കേട്ടാൽ ചിലപ്പോൾ വിചാരിച്ചു എനിക്ക് വട്ടയിക്കണ്, ഇവനെ എന്തോ പറ്റിയിട്ടുണ്ട്, ഞാൻ അല്ലെങ്കിൽ എനിക്ക് എന്തോ മരുന്ന് നിൽക്കണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ ഇത് എല്ലാവരെയും ആക്കിബത്തിന്റെ വിഷയം മനസ്സിലാക്കി പറയാം. ഇപ്പൊ തന്നെ എന്റെ കുടുംബത്തിൽപ്പെട്ട കുറെ ആൾക്കാർ പല വിഷയങ്ങളിലായിട്ട് നമ്മളെ സജീവ പ്രവർത്തകരായി പിരിവിനൊക്കെ ചോദിച്ചാൽ പിരിവ് തന്നിരുന്ന ആൾക്കാർ വരെ ഇപ്പൊ പിരിവ് ചോദിച്ചാൽ അവർക്ക് തുറന്നു പറയാം. അപ്പൊ ഇപ്പൊ അടുത്ത കാലത്ത് അറിയാൻ കഴിഞ്ഞ എന്റെ കുടുംബത്തിൽ 2-3 ആൾക്കാർ ഓരോ പറഞ്ഞിരുന്ന വ്യക്തികളൊക്കെ ഓരോ സംഘടനയുമായിട്ട് കൂടുതൽ അടുക്കാൻ തുടങ്ങിയില്ല. അപ്പൊ ഇതിന്റെ കാരണം എന്താ നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെ എല്ലാവരും കൊഴിഞ്ഞു പോയാൽ പിന്നെ നമ്മളെ സംഘടന എന്താ ഉണ്ടാവുക? അപ്പൊ നമ്മൾ സമൂഹത്തിനും നാടിനും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം. അതിന് ഇതിൽ കുറെ ഉസ്താദന്മാരുണ്ട്. ഓരിന്ന ഇത്രയും 2 വോയിസ് കേട്ടിട്ട് എന്തെങ്കിലും ഒരു പ്രതികരണം ഓരോ ആരും പറഞ്ഞേക്കില്ല. ഞാൻ ഓരോ കുറ്റം പറയാൻ തയ്യാറല്ല. ഒരു എന്നെക്കാട്ടി വിവരമുള്ള ആളാണ്. ഞാൻ വെറും പൊടി ജാഹില. പക്ഷെ ഇതിന്റെ ചെറിയ ബുദ്ധി അനുസരിച്ച് നമ്മൾ കുറെയൊക്കെ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാണ്. ഞാൻ അതാരും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടില്ല. പറഞ്ഞ 2 ആൾക്കാരെ പേര് ഞാൻ അടുത്ത് പറയണില്ല. ഓരോ പേര് പറഞ്ഞു കണ്ട് ഓരോ മോശമാക്കാൻ വേണ്ടിയിട്ട് പറയല്ല. പക്ഷെ നമ്മൾ ഈ ഊക്കൊന്നും ഉണ്ടാവില്ല. ഒരു 3 പ്രാവശ്യം ബാറ്റിൽ നിന്ന് പോയാൽ നമ്മളവിടെ കെടുക്കും. ചിലപ്പോ ഒരു പക്ഷേ നാളെ നമ്മളാണ് മരിച്ചു പോയാൽ ഈ എപ്പിസ്ഥാനിന്റെ പച്ചർച്ചി തിന്നിട്ട് ആ സാധുവിനോട് പോയി പൊരുത്തപ്പെടിക്കാനും പറ്റാതെ നമ്മൾ ഖബർ പോയാൽ എന്തായിരിക്കും നമ്മളെ സ്ഥിതി? സാധാരണക്കാരന്റെ കാര്യം പോട്ടെ, സാധാരണക്കാരന്റെ പുറത്താ പണ്ഡിതന്മാർ, അത് നമ്മൾ മനസ്സിലാക്കണം. സാധാരണക്കാരെ തന്നെ നമുക്ക് പറയാൻ പാടില്ല. അപ്പോ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. നമ്മൾ SKSF എന്ന് പറഞ്ഞ സംഘടന നമ്മൾ എന്താക്കണം, ഉയർത്തിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രവർത്തനം സ്വഭാവം നാട്ടുകാർ കാണുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ, സമൂഹത്തിന് ഉപകരിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ, അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ കണ്ടിട്ട് വേണം നമ്മൾ ഈ ആൾക്കാരൊക്കെ നമ്മൾ കൂട്ടാനല്ല. നമ്മൾ വെറും തെറിയും പിടിച്ച് SKSF സിന്ദാബാദ് എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഇസ്ലാം മതം പ്രചരിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ സ്വഭാവം കണ്ടിട്ടാണ് എല്ലാവരും എന്താക്കിയത്, ഇസ്ലാമിൽ കാണുന്നത്. എല്ലാ വടിയും പാടും എടുത്തിട്ടൊന്നല്ല. യുദ്ധമൊക്കെ അവസാന ഘട്ടത്തിലാണ് റസൂൽ എന്താക്കിയത്, നടപ്പിലാക്കിയിട്ടുള്ളത്. ഒരു നിലക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഗതി വന്നപ്പോൾ മാത്രമാണ് റസൂലുള്ളാഹി തങ്ങൾ. ബാക്കിയൊക്കെ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, നബിയെ ഞങ്ങളെ നല്ല സ്വഭാവത്തിന്റെ പേരിലല്ലാതെ നമ്മളെ. അപ്പൊ നമ്മള് റസൂലുള്ളാഹിന്റെ അനുയായികളല്ലേ? നമ്മൾ പരസ്പരം കടിച്ചു കീറി തമ്മിൽ ഉള്ള നേരെ ഏപ്പിന്റെ കുറ്റവും പറഞ്ഞ്, ഇനി സ്വന്തം 5 ആണെങ്കിൽ പോലും ഒരു കുടുംബത്തിൽ വരെ ഏപ്പി എന്ന് പറഞ്ഞ് തമ്മിൽ പ്രശ്നം ഉണ്ടാക്കി നടന്നിട്ട് എന്താണ് നാളെ സമൂഹത്തിൽ? പക്ഷെ ഉസ്താദ്മാർ ഇതിലുണ്ട്. എന്നിട്ട് ആരും ഒരു പ്രതികരണം പോലും അറിയിക്കാതെ നമുക്കും നാളെ മരിച്ചു പോണ്ടേ? അപ്പൊ ആ വിഷമം കൊണ്ട് ഞാൻ പറയാം, അല്ലാതെ ഞാൻ ഈ പറയണത് ഞാൻ SKSF അല്ലാത്തോണ്ടല്ല. നമ്മളതൊന്ന് കാര്യം ഒന്ന് മനസ്സറിഞ്ഞ് അതിന്റെ ഇതിപ്പോ നമ്മളെ ഗ്രൂപ്പ് ആയതുകൊണ്ട് പറയാ, പുറത്തിങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ എല്ലാത്തിനും എന്ത് കണ്ടാലും എതിർപ്പ് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മാറ്റണം. കാരണം നമുക്ക് നാളെ മരിച്ചു പോകണം. അപ്പൊ നിങ്ങളൊന്ന് ഒന്ന് സ്വന്തമായിട്ട് ഈ പറഞ്ഞ ആൾക്കാരും നമ്മളെ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഒന്ന് രാത്രി പോയി കിടന്നുറങ്ങുമ്പോ ഒന്നെന്താക്കുക, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആലോചിക്കുക. അല്ലാതെ നമ്മൾ SKSF ആണെന്നും പറയാം, ഒരു കാന്തപുരത്ത് നിന്ന് പച്ചർച്ചിന്ന് നടന്നിട്ട് എന്ത് കാര്യമുള്ളത്? റസൂള്ള പണ്ട് പറഞ്ഞില്ലേ, അവസാന കാലം വരുന്ന പണ്ഡിതന്മാർ അമ്പിയാക്കളെ പോലെയാണെന്ന് റസൂള്ള പറഞ്ഞിട്ടുണ്ട്. ഒരു അമ്പിയാക്കളെ മാതിരി. കാരണം റസൂള്ളയോട് കൂടി അമ്പിയാക്കള് നബിമാര് നിന്നല്ലോ. അപ്പൊ പിന്നെ അവസാന കാലത്ത് ഉള്ള അമ്പിയാക്കളെ ഓര് എന്ത് തെറ്റ് ചെയ്തോന്നുള്ളത് നമ്മൾ നോക്കണ്ടല്ലോ. നമുക്ക് മരിച്ചു പോകണമെന്നുള്ള ചിന്താഗതി നമുക്ക് വേണ്ടേ? ഈ 70 വയസ്സായിട്ടും ആ മനുഷ്യൻ എവിടെല്ലാം നടക്കണ്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എവിടെ നോക്കിയാലും ഇസ്ലാമിക പരിപാടികളിൽ മുൻതൂക്കം നടന്ന് എല്ലാ പരിപാടിയും ഉദ്ഘാടനം ചെയ്യണ്. അപ്പൊ ആ കാര്യം നമ്മളൊന്ന് ചിന്തിക്കണം, നല്ലതാ. പള്ളികൾ ഉണ്ടാക്കണ്, മദ്രസ ഉണ്ടാക്കണ്. ഇനിയിപ്പോ നമ്മൾ കാട്ടില്ല, നമ്മളിപ്പോ കുറെ തെറി പറഞ്ഞു. നീ ഏപ്പിക്കാരെടുത്ത് നോക്കുക, ഏപ്പി ഉസ്താദ് അവിടെ ഇരിക്കാൻ പറഞ്ഞ ഓരവിടെ ഇരിക്കും, അവിടെ നിന്ന് നീക്കൂല. ഒരു നേതൃത്വത്തിന്റെ ഒരു ഉഷാറാത്. നമ്മളവിടെ ഇരിക്കാൻ പറഞ്ഞാല് നമ്മൾ ഒച്ചമ്പ് ഉണ്ടാക്കി തെറി വിളിച്ച് നമ്മൾ മുന്നിലുണ്ടാവും.
എന്നിട്ട് നമ്മളെല്ലാം ഒറ്റക്കെട്ടാന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും. അപ്പൊ ഇതിന്ന് എന്ത് പറഞ്ഞാലും തെറി വിളിക്കാന്നുള്ള ഒരു സിലബസ്. കാരണം ഇതൊക്കെ നമുക്ക് മരിച്ചുപോയി മനുഷ്യനെ കണ്ട് നമുക്ക് പൊരുത്തപ്പിടിക്കാനാവോ? ഞാൻ എന്റെ മനഃശാസ്ത്രനോട് നിങ്ങളോട് കൂടി പറയാണ്, ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാല് നമ്മളിപ്പോഴുള്ള SKSFI തന്നെ ഉണ്ടാവുള്ളൂ. പുതിയൊരു തലമുറ ഉണ്ടല്ലോ, വിവരമുള്ളവര് നമ്മളെ കൂടെ ഉണ്ടാവൂല. കാരണം അതാണ്. കാരണം നമ്മളെ ഈ തെറിയും ഇതും വിളിച്ച് കണ്ടിട്ട് ഞാൻ ചോദിക്കട്ടെ, നമുക്കുള്ള മക്കളുണ്ട്, നമ്മളെ മക്കളെ തെറി വിളിച്ച് അതിന്റെ മുന്നിക്ക് വിടാൻ അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് പറഞ്ഞേക്കാൻ നമ്മൾ തയ്യാറാവുമോ? നമ്മൾ തയ്യാറാവൂല്ലോ. അപ്പൊ അതുപോലെ തന്നെയല്ലേ മറ്റുള്ളവരും ചിന്തിക്കുക. നമ്മൾ സമൂഹത്തിന് മാതൃകകളിലെ അല്ലെങ്കിൽ നാടിനും എന്തെങ്കിലും ഗുണമുള്ള ഒരു പരിപാടി ചെയ്തെങ്കിലല്ലേ. എന്ത് പരിപാടി ഇപ്പോ സൗഹൃദ ചായ എത്രമാത്രം ജനശ്രദ്ധ നേടിയെന്നറിയോ നിങ്ങൾക്ക് അതിനെ കുറിച്ച്? എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും വന്ന് അവിടെ ചായ കുടിച്ചു പോയി. സംഗതി ഒരു നേരത്തെങ്കിലും പിന്നെ ഉള്ള ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യനെ ഒരുമിപ്പിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ലേ? അങ്ങനത്തെ നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മളെ എത്തുന്നു വരുന്നുണ്ട്. എന്തെങ്കിലും കേരള യാത്ര ജനശ്രദ്ധ ആകർഷിച്ച പരിപാടിയായിരുന്നു. ഇതൊന്നും നമുക്ക് പുറത്ത് പറയാൻ പറ്റൂല. ഞാൻ നമ്മളെ ഗ്രൂപ്പ് ആയതുകൊണ്ട് പറയാം. അപ്പൊ നമ്മളെന്താക്കണം എന്നറിയോ? നമ്മൾ ഉയർന്ന് ചിന്തിക്കണം. നമ്മളെ നേതൃത്വം പറഞ്ഞാൽ കേൾക്കണ കോലത്തിൽ നമ്മളാവണം. അല്ലെങ്കിൽ നമ്മളെ നേതൃത്വം ഉയർന്ന ചിന്താഗതി, ഉയർന്ന് ചിന്തിക്കുന്ന നേതൃത്വമാണ് നമുക്ക്. എന്നാലേ നമ്മളെന്താവുള്ളൂ, നാളെ ഈ സമൂഹത്തിനും നാളെ മരിച്ചു പോകുമ്പോൾ നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ ഏത് നേരം തെറി എന്ന് പറഞ്ഞ് നടന്നാൽ നമ്മൾ മരിച്ചു പോണ്ടേ? നിങ്ങളിപ്പത് ഞാനിങ്ങനെ വോയിസ് വിടുമ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും, ഈ ചങ്ങായിക്ക് എന്താ പിരാന്തായോ? എനിക്ക് പിരാന്തായിട്ട് പറയല്ല. അല്ലെ നിങ്ങൾ ചിലപ്പോൾ എന്റെ വോയിസ് കേട്ടിട്ട് നിങ്ങൾ ഇന്നെ റിമൂവ് ചെയ്ത് നിൽക്കും. എനിക്ക് അയച്ചിട്ട് ബേജാറുമില്ല. പക്ഷെ നിങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് ചിന്തിക്ക്. നമ്മൾ SKSFI അല്ലേ, മരിച്ചു പോകണ്ടേ? നാളെ സ്വർഗത്തിൽ പോകണ്ടേ? റസൂലുള്ളാഹിന്റെ ഒപ്പം നമുക്ക് സ്വർഗത്തിൽ പോകണ്ടേ? അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണ്ടേ? അപ്പൊ അതൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോ വല്ലാത്ത വിഷമമുണ്ട്. കാരണം നമ്മള് നല്ലതായാലും ചീത്തയെന്നല്ല, വെറുതെ പണ്ഡിതന്മാരെ പച്ചർച്ച് തിന്ന് എന്നിട്ട് ഓരെ പൊരുത്തപ്പെടിക്കാൻ പോലും പറ്റാതെ മരിച്ചു പോയാൽ എന്തായിരിക്കും നാളെ നമ്മളെ കവറിലെ അവസ്ഥ? അവിടെ SKSFI ഇങ്ങോട്ട് വരട്ടെ അല്ലെങ്കിൽ APക്കാരുണ്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടല്ലല്ലോ മുൻകറിനെ ചോദ്യം ചെയ്യല്. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ, പാവപ്പെട്ട ഉപ്പല്ലാതെ അമ്മല്ലാതെ യതീമായി നിൽക്കുന്ന കുട്ടികളെ, അഗതികളെ, അനാഥകളെ രാവും പകലില്ലാതെ നടന്ന് ആരാന്റെ മുമ്പിൽ കൈയിട്ടിട്ടായാലും എന്തായിക്കോട്ടെ മൂപ്പര് പോറ്റണില്ലേ? നമ്മളെ കുടുംബത്തിന്റെ ചെലവിന്റെ ഭാരം തന്നെ നമുക്ക് എത്ര? ഒരു നേരം ഒരാഴ്ച ഒരു യതീമിനെ നമ്മൾ പോറ്റിക്കണം. ഞാൻ പോറ്റിയില്ല. എന്നിട്ട് നമ്മള് മുട്ടിങ്കല്ലില്ലാത്തവൻ ചെറിയരില്ലാത്തവനെ കുറ്റം പറയാൻ തന്നെ മാതിരി എന്തിനാ ഈ പണ്ഡിതന്മാരെ പച്ചർച്ച ചെയ്യുന്നത്? ഓര് തമ്മിലുള്ള പ്രശ്നം പണ്ഡിതന്മാർ തമ്മിലുണ്ടെങ്കിൽ ഓര് തമ്മിൽ തീർത്തോട്ടെ. നമുക്ക് ഒരു അമുസ്ലിമായ മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, പിന്നെ ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. എന്തെങ്കിലും മുസ്ലിമായവൻ ചോദിക്കുകയാണ്, വെള്ളം കിട്ടാത്ത സാഹചര്യത്തിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് വരവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഇതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞെന്നുള്ളത് ഈ പറഞ്ഞ 2 വോയിസ് പറഞ്ഞ വ്യക്തികളും ഞാനടക്കം ഒന്ന് സ്വയം ചിന്തിക്കുന്നത് നല്ലതാണെന്നുള്ള ഒരു അഭിപ്രായം ഞാൻ ഈ ഗ്രൂപ്പിൽ രേഖപ്പെടുത്തുകയാണ്. അല്ലാതെ എനിക്ക് APക്കാർ പൈസ തന്നിട്ടോ ഞാൻ SKSFI രാജിവെക്കാം. ചിലപ്പോൾ നിങ്ങൾ നാളെ എന്നെ റിമൂവ് ആക്കി തരും. എനിക്കതിൽ വിഷമമൊന്നുമില്ല. പക്ഷെ പറയാനുള്ളത് എല്ലാരും ഒരു കണ്ണട്ടന്മാരായിക്കാണ്ട് കിണറ്റിൽ പോയി ചാടുന്നുണ്ടെങ്കിൽ കണ്ണുള്ള ഒരാളെങ്കിൽ ആ കിണറ്റിന്റെ പക്കത്ത് പോയി മോനെ ഇതിവിടെ കിണറുണ്ട് എനിക്ക് ചാടല്ല എന്ന് പറയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് തോന്നിയോണ്ട് എന്റെ ഒപ്പം ഞാനും കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന സഹോദരന്മാരെ നേർവഴി കൊണ്ടുള്ള ഒരു ബാധ്യത എനിക്കുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ വോയിസ് വിടുന്നത്. അല്ലെങ്കിൽ ഞാനത് വിടൂല. അള്ളാഹു നമ്മളൊക്കെ ആക്കിപ്പത്ത് നന്നാക്കി തരട്ടെ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് നല്ല പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അല്ലാതെ AP എന്ന് പറയുമ്പോത്തിന് മൂപ്പരെ കുറ്റവും പറഞ്ഞ് നാളെ പരലോകം നഷ്ടപ്പെടുത്താനും നിന്നാല് നമ്മളെ കാര്യം വലിയ ബേജാറേക്കാർ.
നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇതിന്റെ മറുപടി പറയും. എന്നിട്ട് ഇന്റെ അടുത്ത് തെറ്റാണ് ഞാൻ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ, അല്ല തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയും. അതല്ല ഞാൻ പറഞ്ഞത് ഫുള്ള് തെറ്റാണ്, നിങ്ങൾ ഇന്ന് റിമൂവ് ആക്കി കളി, പരാതിയില്ല. 40 കോടിന്റെ പള്ളി ഉണ്ടാക്കി ആളെ പറ്റിച്ചില്ല, ഇത് ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നവരോട് പൊന്നാര ഹബീബെ, 100 ഉറുപ്പ്യ അയൽവാസിന്ന് 500 ചോദിച്ചാൽ നമുക്ക് ആരും കടം തരുമോ? തിരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ ഓരോ പൈസ കൊടുത്ത ജനങ്ങൾ മുഴുവൻ ഈ ഒരു മനുഷ്യനെ ഈ പൈസ ഏൽപ്പിക്കുമ്പോ ഓരോ അണികൾക്ക് അവരിലൊരു വിശ്വാസമുണ്ട്. നേരെ മറിച്ച് നമ്മളിന്ന് അങ്ങനത്തെ ഒരു പിരിവ് നടത്തി നോക്കി എന്നിട്ട് എന്തെങ്കിലും കോംപ്ലക്സ് നമ്മൾ ഉണ്ടാക്കി വെക്കാം, നമുക്ക് എന്നിട്ട് മാതൃക കാണിച്ചു കൊടുക്കാം. അല്ലാതെ എല്ലാത്തിനും കുറ്റം പറഞ്ഞുകാണ്ട് നമുക്ക് നല്ലൊരു സ്വഭാവം ബുദ്ധിയും തന്റോടെ അള്ളാഹു തരട്ടെ എന്ന് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഒരു കുട്ടി ഇന്ന് വരെ ആ 40 കോടിന്റെ പൈസ വെച്ചുകൊണ്ട് വർക്കേഴ്സ് ചെന്നായിട്ട് നമ്മളാരെയും കേട്ടിക്കണം. അതാണ്. അപ്പൊ അത് കണ്ടിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം ഒരു പള്ളി ഇല്ലാതെ പള്ളി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 40 കോടി കൊടുത്തെങ്കിൽ ആ കൊടുത്തവർ ഒരു കുട്ടി അവിടെ പോയി ചെന്നിട്ടില്ല. അപ്പൊ ആ നേതാവിലുള്ള വിശ്വാസമാണ് അവർക്ക്. കാരണം ഈ നാട്ടിൽ ചെയ്ത പ്രവർത്തനങ്ങൾ മുഴുവൻ ജനങ്ങൾ കാണുകയാണ്. അപ്പൊ ഈ പള്ളി ഉണ്ടായിക്കോളും എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. നാളെ ആ പള്ളി ഉയർന്നു വന്നാൽ നമ്മൾ ഈ പറഞ്ഞത് എവിടുക്ക വെക്ക? അപ്പൊ ഖബർക്ക് എടുക്കണ്ടേ എന്നുള്ളതാണ്. ആ ഒരു വിഷയത്തിൽ മാത്രം ആയതുകൊണ്ട് മാത്രം ഞാൻ എന്താക്കാണ് ഇങ്ങനെ ഒരു വോയിസ് വിട്ടത്. അല്ലെങ്കിൽ ഞാൻ നല്ല മൂച്ചിണ്ടാവും, മൂച്ചിമ നല്ല മാങ്ങ ഉണ്ടെങ്കിൽ ആളുകൾ കല്ലെടുത്തെറിയൂ. അല്ലാതെ മാങ്ങ ഇല്ലാത്ത മൂച്ചിമക്കാരെ